Hi all friends, welcome to NTM Political Talk. നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു 4-5 ദിവസക്കായി ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി ചർച്ചകൾ മാത്രമല്ല എല്ലാ അപ്ഡേഷനുകളും ഒക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച്. അപ്പോൾ ഇത് എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള ഇതിലൊക്കെയാണ് ചാനലുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഗ്രാഫ് എക്കാലത്തെയും ഉയർന്ന രീതിയിൽ വർദ്ധിച്ചു എന്നാണ് ഈ രംഗത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിലെ ഗ്രാഫ് ഇത്രയധികം വർദ്ധിച്ച കാലം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ചാനലുകളും മറ്റും വാർത്താ മാധ്യമങ്ങളും ഒക്കെ അതിന്റെ 2 വശങ്ങളും അവതരിപ്പിച്ചുവെങ്കിലും കൂടുതൽ നെഗറ്റീവ് വശങ്ങളാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്താ അവതരണങ്ങളൊക്കെ കൂടുതൽ ഗുണം ചെയ്തു എന്നാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ല. 48 മണിക്കൂറിനുള്ളിൽ 92 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സീറ്റ് നിർണയത്തിൽ ഘടകകക്ഷികളുമായി ഒരു അസ്വാരസ്യവും ഉണ്ടായിട്ടില്ല. ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പുറത്തുവിട്ടു. ഡൽഹിയിൽ നടന്നത് 3.25 മണിക്കൂർ ചർച്ച മാത്രമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത്. എ.കെ. ആന്റണി, മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എ.കെ. ആന്റണിയുടെ ഒരു പ്രസ്താവനയും ഇന്നുണ്ടായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ എളുപ്പത്തിൽ നടന്നെന്നാണ് മുതിർന്ന നേതാവ് ശ്രീ എ.കെ. ആന്റണി അഭിപ്രായപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 3 ദിവസം തന്നെ കോൺഗ്രസ് 3-ാം ദിവസം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിഷുവിന് ശേഷം ഉണ്ടാവും എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ അതിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി ചടുലതയോടെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പൊട്ടിത്തെറിയെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു. ഇതൊക്കെ പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കിയാൽ ഇതെന്ത് പൊട്ടിത്തെറി എന്നാണ് എ.കെ. ആന്റണി സൂചിപ്പിച്ചത്. 2001 പ്രഖ്യാപിച്ച 3 സ്ഥാനാർത്ഥികളെയാണ് പ്രചരണത്തിൽ ഇടയിൽ നിന്ന് മാറ്റിയത് എന്നും എന്നിട്ടും UDF 99 സീറ്റോടുകൂടി അധികാരത്തിലെത്തി എന്നും മുതിർന്ന നേതാവ് ശ്രീ എ.കെ. ആന്റണി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളൊന്നും ഒരു വിഷയമല്ല. അത് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് ശേഷം അത് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസിന്റെ. അപ്പൊ ഡൽഹിയിലെ 3.25 മണിക്കൂർ ചർച്ചകൾ മാത്രമാണ് അവിടെ എടുത്തത്. മറ്റുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം അവിടെ നടക്കുകയാണ്. ഇത് കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, അതേമാതിരി ആസാം, പശ്ചിമ ബംഗാള്, പോണ്ടിച്ചേരി ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും അവിടെ അതേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് ഈ ഭാഗം ചർച്ച ചെയ്യും, കുറച്ച് മറ്റേ ഭാഗം ചർച്ച ചെയ്യും. ഇതാണ് ഈ 2-3 ദിവസം എടുക്കാനുണ്ടായ കാരണം എന്നാണ് നേതാക്കന്മാരുടെ ഒക്കെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശരിയുമാണ്. കാരണം എല്ലാ സ്റ്റേറ്റിന്റെ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഒരു ഇതാണ് ഇലക്ഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഒക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഈ ഇലക്ഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ടതുണ്ടാവും. രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതേപോലെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ ഇങ്ങനെ തുടങ്ങിയ നേതാക്കളൊക്കെ ഫൈനൽ കമ്മിറ്റിയിൽ എന്തായാലും അവർ പങ്കെടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഓരോ സ്റ്റേറ്റിന്റെയും വേറെ വേറെ സമയങ്ങളിൽ അത് നിർണയിക്കപ്പെടുന്നതും അത് ചർച്ച നീണ്ടുപോയതും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3-3.5 മണിക്കൂറിന്റെ ഉള്ളിൽ ഈ തീരുമാനങ്ങളൊക്കെ എത്തി എന്നാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചാനലുകൾ നൽകിയ ഇത്രയും ഹൈപ്പ്, അതായത് നല്ല ഒരു വിജയം, നല്ല ഒരു ഗ്രാഫ് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടി എന്ന് തന്നെയാണ്
ഒരു പരസ്യത്തിന് പൈസ കൊടുക്കാതെ ഇത്രയും നല്ല ഒരു ഗ്രാഫ് കിട്ടി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത്. വലിയ പരസ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പൈസ ഇതിൽ നിന്ന് ലാഭിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കങ്ങളൊന്നും ഒരു തർക്കമല്ല എന്നും ഒക്കെയാണ് മുതിർന്ന നേതാവ് ശ്രീ എ കെ ആന്റണിയുടെയും അഭിപ്രായപ്പെട്ടത്. കാരണം അതൊരു വലിയ ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടിയാണ്. കാരണം അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ഒരു തീരുമാനങ്ങളൊന്നും സാധ്യമല്ല. എത്ര ഇങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാലും റിബൽ ശല്യം കൂടാനും സാധ്യതയുണ്ട്. കാരണം അത് അത്ര വലിയ ഒരു ജനാധിപത്യ സംവിധാനമാണ്, ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്ര സൂക്ഷ്മമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാലും വീണ്ടും അതിൽ റിബൽ ശല്യത്തിനും ഒക്കെ സാധ്യതയുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് മുൻപത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് വ്യക്തമാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗ്രാഫ് കൂടുവാൻ വാർത്താ മാധ്യമങ്ങളൊക്കെ വളരെ കാര്യമായി നല്ല ഉദ്ദേശത്തിലാണെങ്കിലും ഏത് ഉദ്ദേശത്തിലാണെങ്കിലും അത് അവർ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഗ്രാഫ് ഉയർന്നു എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടത്. ഏതായാലും അപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഇത്രയും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി വളരെ വിപുലമായ രീതിയിൽ തന്നെ അതിന്റെ ഗ്രാഫ് ഉയർത്തുവാൻ എല്ലാ വാർത്താ മാധ്യമങ്ങളും ശ്രമിച്ചു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ്. കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് അത് തുളച്ചു കയറാൻ അത് ഈ ചാനലുകൾക്കൊക്കെ സാധിച്ചു. അവരുടെ അന്തിച്ചർച്ചകളിലും ഒക്കെ ഈ വിഷയം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അത് കൂടുതൽ ശ്രദ്ധിച്ചു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമായി അത് ഗ്രാഫ് വർദ്ധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്നവരൊക്കെ അതേക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.